സംസ്ഥാനത്തെ ഏറ്റവും ശക്തമായ പോരാട്ടം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് തൃശ്ശൂർ. തൃശ്ശൂരിൽ ആര് ജയിക്കുമെന്ന് നമുക്കൊരിക്കലും പ്രവചിക്കാൻ സാധിക്കില്ല. ത്രികോണ പോരാട്ടമൊന്നുമില്ല, ശരിക്കും സ്ട്രെയിറ്റ് ഫൈറ്റാണ് പത്മജ വേണുഗോപാലും രാജൻ പല്ലനും തമ്മിൽ. മുൻ കോൺഗ്രസ്സുകാരി BJP ടിക്കറ്റിൽ മത്സരിക്കുമ്പോൾ കോൺഗ്രസ്സുകാരൻ വീണ്ടും ആ ഒരു മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള ശ്രമവുമായി ജനവിധി തേടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും ഒരു ഫൈറ്റ് എന്നൊക്കെ പറയുന്നത് ഒരു ഹൈ ഡെസിബിൾ ഫൈറ്റ്, അതാണിപ്പോൾ തൃശ്ശൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആര് വിജയിക്കുമെന്ന് നമുക്കൊരിക്കലും പ്രവചിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. പ്രവചനാതീതമായ ഒരു മത്സരമാണ് തൃശ്ശൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി വലിയ മുന്നേറ്റം ഉണ്ടാക്കി ചരിത്രപരമായിട്ടുള്ള വിജയമൊക്കെ നേടിയ സ്ഥലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമസഭാ മണ്ഡലത്തിലാണ് ഇത്തവണ വാശിയേറിയ പോരാട്ടം നടക്കുന്നത്. ആലങ്കോട് ലീലാകൃഷ്ണൻ എന്ന LDF സ്ഥാനാർത്ഥി, സാഹിത്യകാരനായ പുറത്തുനിന്ന് വന്ന ലീലാകൃഷ്ണന് യാതൊരു സ്വാധീനവും അല്ലെങ്കിൽ ഒരു ചലനവും ഉണ്ടാക്കാൻ മണ്ഡലത്തിൽ സാധിച്ചിട്ടില്ല. CPI ഇപ്പോൾ തന്നെ അല്ലെങ്കിൽ LDF ഇപ്പോൾ തന്നെ മത്സരത്തിൽ നിന്ന് പുറത്തായി എന്ന് വേണമെങ്കിൽ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ശരിക്കും ഫൈറ്റ് നടക്കുന്നത്, സ്ട്രെയിറ്റ് ഫൈറ്റ് നടക്കുന്നത് UDFും NDAയും തമ്മിലാണ്. മനോരമയുടെ സർവേ വരെ പറയുന്നു അവിടെ തീപ്പാറുന്ന പോരാട്ടമാണ് നടക്കുന്നത് എന്നുള്ളത്. കോൺഗ്രസിന് വേണ്ടി തയ്യാറാക്കുന്ന സർവേയിൽ പോലും പറയുന്നു പത്മജയ്ക്ക് ഇപ്പോഴും ചാൻസ് ഉണ്ട്. രാജൻ പല്ലനും പത്മജയും ഏതാണ്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നേരിയൊരു മുൻതൂക്കം മനോരമ രാജൻ പല്ലന് നൽകിയിട്ടുണ്ട്, അത് സ്വാഭാവികം. പക്ഷേ സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്തും സംഭവിക്കാമെന്നുള്ളൊരു സാഹചര്യമാണ്. പത്മജ വേണുഗോപാലിനെ സംബന്ധിച്ച് അവർക്കൊരു പ്രതികാരത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. 2 തവണ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. കഴിഞ്ഞ തവണ ചെറിയ വോട്ടുകൾക്കാണ്, വെറും 946 വോട്ടുകൾക്കാണ് അവർ LDFിൻ്റെ സ്ഥാനാർത്ഥിയായ ബാലചന്ദ്രനോട് പരാജയപ്പെടുന്നത്. കോൺഗ്രസ്സുകാർ പിന്നിൽ നിന്ന് കുത്തിയതാണ്, തന്നെ പാലം വലിച്ചതാണെന്ന് അവർ വ്യക്തമായിട്ട് ആ സമയത്ത് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം അവർ പാർട്ടിയൊക്കെ വിട്ട് ഇത്തവണ BJPക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. അത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പത്മജ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഞാനിപ്പോൾ BJPക്കൊപ്പമാണ്, എന്നെ ആരും പാലം വലിക്കാൻ പോകുന്നില്ല, എന്നെ ആരും പിന്നിൽ നിന്ന് കുത്താൻ പോകുന്നില്ല, എനിക്ക് സ്വന്തം കയ്യിൽ നിന്ന് പണം ചെലവിടേണ്ട ഒരു സാഹചര്യമില്ല, പാർട്ടിക്ക് അതിനുള്ള സംവിധാനമുണ്ട്, പ്രവർത്തകരെല്ലാം RSSൻ്റെ ആണെങ്കിലും BJPയുടെ ആണെങ്കിലും പ്രവർത്തകരെല്ലാം എനിക്കൊപ്പം നിലയുറപ്പിച്ച് ശക്തമായി തന്നെ പ്രചരണ രംഗത്തുണ്ട്, അതുകൊണ്ട് ഞാൻ കോൺഫിഡൻ്റ് ആണ് ഇത്തവണ വിജയിച്ചിരിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് പത്മജ നിൽക്കുന്നത്. അത് BJPയിൽ എത്തിയതിൻ്റെ ആ ഒരു മാറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പത്മജയുടെ ക്യാമ്പയിനിങ്ങിന് എത്തി എന്നുള്ളതാണ്. 2021 പ്രിയങ്ക തൃശ്ശൂരിൽ വന്നപ്പോൾ അന്നത്തെ സ്ഥാനാർത്ഥിയായിരുന്ന പത്മജയെ ആ ഒരു പ്രചരണ വാഹനത്തിൽ അല്ലെങ്കിൽ ആ ഒരു വാഹനത്തിൽ കയറ്റാൻ കോൺഗ്രസ്സുകാർ തയ്യാറായിരുന്നില്ല. അതൊക്കെ ഇപ്പോൾ അവർ മാധ്യമങ്ങളോടൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇത് പത്മജിയുടെ ഒരു പ്രതികാരമാണ് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രസ്താവനയൊക്കെ തന്നെയാണ് അവർ നടത്തിയിരിക്കുന്നത്. അപ്പം നല്ലൊരു മത്സരം തന്നെയാണ് തൃശ്ശൂരിൽ നടക്കുന്നത്, അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പത്മജിയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു എഡീഷണൽ വോട്ട് അവർക്ക് പിടിക്കാൻ സാധിക്കും എന്നുള്ള. MT രമേശ് തന്നെ ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. ഒരു ഇൻ്റർവ്യൂവിൽ MT രമേശ് പറഞ്ഞു, ഞാൻ മത്സരിക്കുകയാണെങ്കിൽ എനിക്ക് BJPയുടെ വോട്ട് കിട്ടും, പക്ഷേ അതിനുപരിയായിട്ടുള്ള ഒരു വോട്ട് ലഭിക്കാനുള്ള സാഹചര്യം കുറവാണ്. പക്ഷേ പത്മജ വേണുഗോപാൽ നിൽക്കുമ്പോൾ അതിനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പത്മജയ്ക്കാണ് ആ മണ്ഡലത്തിൽ, തൃശ്ശൂർ മണ്ഡലത്തിൽ കൂടുതൽ വിജയസാധ്യത എന്നുള്ളതാണ്. പത്മജ നമുക്കറിയാം ലീഡർ K കരുണാകരൻ്റെ മകളാണ്, ലെഗസി ഉണ്ട്, അതൊക്കെ ഒരു പോയിൻ്റാണ്. പക്ഷെ അങ്ങനെയാണെങ്കിലും ജാതി മത സമവാക്യങ്ങളൊക്കെ വളരെ നിർണായകമായിട്ട് ഓരോ തെരഞ്ഞെടുപ്പിലും റിസൾട്ടിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഒരു സവിശേഷമായ ഒരു സിറ്റുവേഷൻ. ഇപ്പോൾ തൃശ്ശൂരിലേക്ക് നോക്കുകയാണെങ്കിൽ തൃശ്ശൂരിൽ ഒരു 35% വരുന്ന ജനവിഭാഗം ക്രിസ്ത്യൻ വിഭാഗക്കാരാണ്. അപ്പോൾ അവർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ നന്നായിട്ട് പിന്തുണച്ചിരുന്നു. സുരേഷ് ഗോപിക്ക് 55,000 വോട്ടാണ് തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ പിടിക്കാൻ സാധിച്ചത്. ഏതാണ്ട് 14,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം സുരേഷ് ഗോപിക്ക് ഉണ്ടായിരുന്നു. മുരളീധരന് 40,000 ചില്ലാൻ വോട്ടും സുരേഷ് ഗോപിക്ക് 55,000 വോട്ടുമാണ് ലഭിച്ചത്. പക്ഷേ ആ ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്നതൊരു വസ്തുതയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ആ രീതിയിലുള്ളൊരു മുന്നേറ്റം ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഒരു 30,000 വോട്ടൊക്കെയാണ് BJPക്ക് പോൾ ചെയ്യപ്പെട്ടത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. സ്വാഭാവികമായിട്ടും ഒരു LDF വിരുദ്ധ തരംഗമുണ്ടായിരുന്നു. UDF അധികാരത്തിൽ വരാനുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ നമുക്ക് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാണാൻ സാധിച്ചു. അതുമാത്രമല്ല ക്രിസ്ത്യൻ വോട്ട് തിരികെ BJPയിൽ നിന്ന് UDFിലേക്ക് പോയി എന്നുള്ളതും ഒരു സാഹചര്യമാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും BJPക്ക് ഒരു 35,000 മുതൽ 40,000-അടുത്ത് ഒരു വോട്ട്, അത് BJPയുടേതായിട്ടുള്ള ഒരു വോട്ട് അവിടെയുണ്ട്. അപ്പോൾ അതിനുപരിയായിട്ട് പത്മജ എത്രത്തോളം വോട്ട് പിടിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും വിജയത്തിൻ്റെ ഒരു സിറ്റുവേഷൻ. പ്രത്യേകിച്ച് പത്മജയ്ക്ക് അത്യാവശ്യം നല്ല ബന്ധമുണ്ട് മണ്ഡലത്തിൽ. അതുകൂടാതെ അവർക്കൊരു സിമ്പതി വേവ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കാരണം പത്മജ ഇത്തവണ ജയിക്കണം. 2 തവണ അവിടെ മത്സരിച്ചു, പരാജയപ്പെട്ടു. മുമ്പ് മുകുന്ദപുരത്ത് മത്സരിച്ചു, പരാജയപ്പെട്ടു 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ അവരൊരു ജയം അർഹിക്കുന്നുണ്ട്. അവർ അവിടെ തന്നെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് അനുകൂലമായിട്ട് സ്ത്രീ വോട്ടർമാർക്കിടയിലൊക്കെ ഒരു വികാരമുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ, അത് വോട്ടായി മാറ്റാൻ സാധിക്കുകയാണെങ്കിൽ BJPക്ക് ജയിക്കാൻ പറ്റുന്നൊരു മണ്ഡലം തന്നെയാണ്
ആണ് തൃശ്ശൂർ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി 40,000 വോട്ടാണ് പിടിച്ചത്. അന്ന് ജയിച്ച ബാലചന്ദ്രനുമായിട്ട് വെറും 4,000 ഡിഫറൻസേ സുരേഷ് ഗോപിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പത്മജയാണെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ 946 വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. അതുകൊണ്ട് തന്നെ BJPക്ക് വലിയൊരു കോൺഫിഡൻസ് നൽകുന്ന ഒരു മണ്ഡലം തന്നെയാണ് തൃശ്ശൂർ. പിന്നെ തൃശ്ശൂരിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് സഭയ്ക്ക് നിർണായക സ്വാധീനമുള്ള, കത്തോലിക്ക സഭയ്ക്ക് നിർണായക സ്വാധീനവുമുള്ള ഒരു മണ്ഡലമാണ്. അപ്പം അവരുടെ ഒരു നിലപാട് വളരെ നിർണായകമായിരിക്കും. പ്രത്യേകിച്ച് ഇത്തവണ UDFിലേക്ക് സഭയുടെ താല്പര്യം പോകുമെന്നുള്ളത് ഉറപ്പാണ്. സഭയുടെ ഒരു നോമിനിയാണ് ഈ രാജൻ ജെ പല്ലൻ എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഇപ്പം നിലവിൽ സഭയ്ക്ക് നിർണായക സ്വാധീനം പല മേഖലകളിലും ഉണ്ട്. ഇപ്പോൾ ഒന്ന് പറയുകയാണെങ്കിൽ മേയർ അവരുടെ ഒരു നോമിനിയാണെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അതുകൂടാതെ തന്നെ നിലവിലെ DCC പ്രസിഡൻ്റ് ആണെങ്കിലും സഭയുടെ ഒരു നോമിനി തന്നെയാണ്. അപ്പം സ്വാഭാവികമായിട്ടും അവരുടെ ഒരു ഇൻഫ്ലുവൻസ് പരമാവധി രാജൻ ജെ പല്ലനെ വിജയിപ്പിക്കാൻ വേണ്ടി വിനിയോഗിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ തൃശ്ശൂരിലെ സാധാരണക്കാരായ ക്രിസ്ത്യാനികൾ ഭൂരിഭാഗവും സഭ പറഞ്ഞാലൊന്നും കേൾക്കുന്ന ആളുകളല്ല. അവരെ സംബന്ധിച്ച് അവർക്ക് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. മാറ്റം ആഗ്രഹിക്കുന്നവർ ആ രീതിയിൽ തന്നെ വോട്ട് ചെയ്യും. BJPയോട് ഒരു വിരോധമോ അല്ല അമിത വിരോധമോ ഒന്നും അവർക്കൊന്നും ഇല്ല എന്നതാണ് ഒരു വസ്തുത. അതുമാത്രമല്ല, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിലും വലിയ മുന്നേറ്റം BJPക്ക് ഉണ്ടാക്കാൻ ക്രിസ്ത്യൻ മേഖലകളിൽ സാധിച്ചില്ലെങ്കിലും അത്യാവശ്യം വോട്ട് പല ഇടങ്ങളിലും പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു എക്സ് ഫാക്ടറായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ മാറും എന്നുള്ളത്. രാജൻ പല്ലൻ തൃശ്ശൂരിലെ മുൻ മേയറായിരുന്നു. 25 വർഷത്തോളം കൗൺസിലർ എന്നുള്ള നിലയിലൊക്കെ പ്രവർത്തിച്ച് വളരെ സുപരിചിതനായ വ്യക്തിത്വമാണ്. ഒരു പ്രാദേശിക കോൺഗ്രസ് നേതാവാണ്. അതുമാത്രമല്ല സഭയുടെ പിന്തുണയും അദ്ദേഹത്തിനുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിലും രാജൻ പല്ലൻ മേയറായതിനു ശേഷമാണ് കോൺഗ്രസിന് UDFന് തൃശ്ശൂർ കോർപ്പറേഷനിൽ ഭരണം നഷ്ടപ്പെട്ടത്. അതിനുശേഷം 10 വർഷം അവർക്ക് കാത്തിരിക്കേണ്ടി വന്നു. അതും ചർച്ചയായിട്ട് വരുന്നുണ്ട്. എന്തായാലും രാജൻ പല്ലനെ സംബന്ധിച്ച് സഭയുടെ സ്വന്തം സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിന് എത്രത്തോളം നിഷ്പക്ഷ വോട്ടുകൾ നേടാൻ പറ്റും എന്നുള്ളതാണ് ഒരു ചോദ്യമായിട്ട് നിൽക്കുന്നത്. പത്മജയ്ക്കും അത് തന്നെയാണ്. കാരണം പാർട്ടി വോട്ടുകൾക്ക് ഉപരിയായിട്ട് എത്രത്തോളം നിഷ്പക്ഷ വോട്ടുകൾ BJP ക്യാമ്പിലേക്ക് ആകർഷിക്കാൻ പത്മജയ്ക്ക് സാധിക്കും. അവരുടെ സ്ഥാനാർത്ഥിത്വം തന്നെ ആ രീതിയിലാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഘടകം. അതിനുപരിയായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇടത് ലിബറൽ വോട്ടുകൾ, പ്രത്യേകിച്ച് ഇടവർ ഉൾപ്പെടെയുള്ള ഹിന്ദുക്കളുടെ വോട്ടുകൾ എങ്ങോട്ട് പോകും. കാരണം ആലങ്കോട് ലീലാകൃഷ്ണൻ മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഒരു വീക്ക് കാൻഡിഡേറ്റ് ആണെന്ന് ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പം സ്വാഭാവികമായിട്ടും വിജയസാധ്യതയുള്ള ഒരു കാൻഡിഡേറ്റിലേക്ക് ഇത്തരം വോട്ടുകൾ മറയാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ പരമ്പരാഗത ഇടവ ബെൽറ്റിലൊക്കെ കുറച്ച് സ്വാധീനം ഉണ്ടാക്കി അവിടെയൊക്കെ ഒരു വിജയം മീൻസ് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ പത്മജയ്ക്ക് സാധിക്കുകയാണെങ്കിൽ അത് നിർണായകമായിട്ട് മാറും. അതേസമയം തന്നെ പൊതുവെ BJPയോട് വിരോധമുള്ള ഇടത് ലിബറൽ ഹിന്ദു വോട്ടുകൾ CPIക്ക് പരമ്പരാഗതമായിട്ട് വലിയ സ്വാധീനമുള്ള പല ക്യാമ്പുകളുണ്ട്. അപ്പോൾ പക്കാ വോട്ടുകൾ എന്തായാലും CPIക്ക് തന്നെ പോൾ ചെയ്യും, അവരുടെ പാർട്ടി വോട്ടുകളൊക്കെ. പക്ഷേ അതിലുപരിയായിട്ടുള്ള ചില വോട്ടുകൾ CPMൻ്റെയൊക്കെ ചില അനുഭാവികളുടെ വോട്ടുകൾ അത് ചിലപ്പോൾ രാജൻ പല്ലനിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം BJP വിരുദ്ധ മൈൻഡ് സെറ്റുള്ള ആളുകൾ അത്തരം ഒരു വോട്ടിംഗ് പാറ്റേണിലേക്ക് പോകാൻ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലെ ഒരു ഘടകങ്ങളായിട്ട് നിൽക്കുന്നത്. എന്തായാലും തൃശ്ശൂരിലെ പോരാട്ടം എന്ന് പറഞ്ഞാൽ ഒരു പ്രവചനാതീതമായ പോരാട്ടമാണ്. നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പറ്റില്ല. ഈ രണ്ട് സ്ഥാനാർത്ഥികൾ പത്മജ വേണുഗോപാലും രാജൻ പല്ലനും ഇവർ രണ്ടുപേർക്കും തുല്യ സാധ്യതയുണ്ട്. അവസാന നിമിഷങ്ങളിൽ ഇനി വരുന്ന ദിവസങ്ങളിലെ അവസാനവട്ട പ്രചരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ, ഇതിലെ ടാക്ടിക്സ്, ഇതൊക്കെ ഒരു നിർണായക ഘടകങ്ങളായിട്ട് മാറും എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കുക. രാജൻ പല്ലൻ വിജയിക്കുമോ അല്ലെങ്കിൽ പത്മജ വേണുഗോപാൽ ഇത്തവണ ചരിത്രം കുറിക്കുമോ എന്നുള്ളത് അറിയാൻ.